നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നത്തേക്ക് വരും? എൽഡിഎഫിൻ്റെ സ്ഥാനാർത്ഥി നാളത്തോടുകൂടി വരുമെന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തി നാളെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും, പ്രഖ്യാപിക്കും. പാലം വലിച്ചു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായ കാര്യമാണ്. സങ്കീർണമായ പ്രശ്നമായിട്ട് UDF-ൻ്റെ അകത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നും കാണില്ല. പാളയത്തിൽ പണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള എത്ര സംഘർഷാത്മകമായ സ്ഥിതിയായിരുന്നു മത്സരിച്ചവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇവരെല്ലാം തമ്മിൽ. അതൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് അവരുടെയിലുള്ള വൈരുദ്ധ്യം കൊണ്ട് മാത്രമല്ല. അൻവറുടെ പ്രശ്നം ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ, അത് പരിഹരിച്ച് പോകുന്നില്ലേ? അല്ല, അൻവർ യഥാർത്ഥത്തിൽ ഒരു യൂദാസിൻ്റെ പണിയാണല്ലോ നടത്തിയത്. LDF-ൻ്റെ ഭാഗമായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ച് ഒന്നാമത്തെ ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേം എത്തിയപ്പോഴാണല്ലോ അദ്ദേഹം പൂർണ്ണമായിട്ടും UDF-ന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പോയത്. അങ്ങനെ പോയതിന് ശേഷം അദ്ദേഹം അന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് UDF-ലേക്ക് പ്രവേശിക്കുന്നത് തന്നെയാണ്. പക്ഷേ UDF-ലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് UDF-ഉം അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അൻവറും അഭിമുഖീകരിക്കുന്നുണ്ട്. UDF-ൻ്റെ അകത്തും പ്രശ്നമുണ്ട്, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനും പ്രശ്നം. ഒരു അഡ്വാൻറ്റേജും ഇല്ല. എന്ത് അഡ്വാൻറ്റേജ്? ഇപ്പോൾ എത്ര ദിവസമായി? ഈ ദിവസത്തിനിടയിൽ എന്തെങ്കിലും കാര്യം അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ടോ? അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവറിനെ സംബന്ധിച്ചും അൻവറിൻ്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ചല്ലേ? സങ്കീർണമാണ്, പൊട്ടിത്തെറിയാണ്. അസംബന്ധം പറയുന്ന ഒന്നാമത്തെ ആളാണല്ലോ ഈ മാക്കൂട്ടത്തിൽ. അതിന് വേറെ എന്ത് മറുപടി?